സാധാരണ ചിക്കൻ കറി വെക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായൊരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് മസാല റെഡിയാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 3 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ചെറിയൊരു ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കണം. രണ്ടും കൂടി ചതച്ചെടുത്തത് 2 സ്പൂണാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 4 മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾക്കിത് സവാള വാടാൻ ആവശ്യമായ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം എല്ലാ സ്ഥലത്തും വെളിച്ചെണ്ണ ഉപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 നിമിഷം ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്താ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾക്കിതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒരു 5 നിമിഷം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാടി വരണം. അപ്പോഴേ നമ്മളെ കറിയൊക്കെ നല്ല കട്ടിയാവുള്ളൂ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. നല്ലതുപോലെ വാടി ഒഴിഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം മസാലകൾ. അതിനായിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂൺ ചിക്കൻ പൊടി, 1/4 സ്പൂണ് ഗരം മസാല. ഇത്രയും മസാലയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉള്ളിയും തക്കാളിയും മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരും. ഇപ്പോൾ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴുള്ളൊരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് വരും. ഈ സമയത്ത് നമുക്ക് ഒരു 4 ലവംഗപ്പൂ, ഒരു ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു ചെറിയൊരു ജാപത്രീൻ്റെ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുളക് തേച്ച് മാറ്റി വെച്ച ചിക്കനും ഇട്ട് കൊടുക്കുക. ചിക്കൻ ഈ മസാലയിലേക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 5 നിമിഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, 5 നിമിഷം ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലതുപോലെ മസാലയൊക്കെ ഫുള്ളായിട്ട് അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മതി, 1/4 കപ്പ് വെള്ളം മതി. ഇതിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇവിടെ മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയത്തിന് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു 1/2 കപ്പ് തേങ്ങാപ്പൊടിയാണിത്. ഒരു 15ഓളം അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ പുതിർത്തി വെച്ചതും അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്ക് ചിക്കനും നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ആ വെള്ളത്തിൽ തന്നെ നല്ലതുപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 നിമിഷം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അരപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു
1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾക്കിത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ വെള്ളം പോലെ ഉള്ളതുപോലെ തോന്നും. പക്ഷേ അത് നല്ല തിളച്ച് വരുമ്പോൾ നല്ല കറിയൊക്കെ നന്നായിട്ട് കുറുകി വരും. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 നിമിഷം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നപ്പോൾ കണ്ടോ കറിയൊക്കെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് അടിപൊളി കറിയാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് വറവിട്ടെടുക്കാം. ഞാൻ വറവൊന്നും ഇടുന്നില്ല. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്.